നമ്മുടെ രാജ്യത്തെ നയിക്കാൻ പോകുന്നതെന്ന് കേരളത്തിൽ ഏപ്രിൽ 26-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. അതായത് നമുക്ക് വിഷുവൊക്കെ കഴിഞ്ഞാണ് വോട്ടെടുപ്പ് വരാൻ വേണ്ടി പോകുന്നത്. ഇനിയും ഒരു മാസത്തിലധികം സമയമുണ്ട് കേരളത്തിലെ വോട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം അല്പസമയം മുമ്പാണ് തുടങ്ങിയത്. ഏതായാലും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് മാറ്റങ്ങളില്ല. 7 ഘട്ടങ്ങളായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. അതിന് കൂടുതൽ ആവേശകരമാകും. കാരണം തെരഞ്ഞെടുപ്പ് തീയതി വന്നതോടുകൂടി ഒന്നുകൂടി ആവേശകരമാകാൻ വേണ്ടി പോവുകയാണ്. 49.7 കോടി പുരുഷ വോട്ടർമാരാണ് ഇത്തവണ വിധിയെഴുതാനായി പോകുന്നത്. ആകെ 97 കോടി വോട്ടർമാരാണ് ഇത്തവണ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുന്നത്. അതിൽ 47.1 കോടി എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരാണ്. ആ രീതിയിലാണ് വോട്ടർമാരുടെ കണക്കുകൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഏതായാലും 7 ഘട്ടങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് വലിയ വിശാലമായൊരു പ്രക്രിയ തന്നെയാണ്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകവും ഏറ്റവും ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടിയായിരിക്കും ഇന്ത്യയുടേതെന്ന് ഉറപ്പാണ്. ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുന്ന സാഹചര്യം. 97 കോടി വോട്ടർമാർ തീരുമാനിക്കും നമ്മുടെ രാജ്യം ആര് ഭരിക്കണമെന്ന് എന്നതടക്കമുള്ള ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ. അതിൽ ഏപ്രിൽ 26-ന് 2ാം ഘട്ടത്തിൽ നമ്മുടെ കേരളം ജനവിധി എഴുതും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അങ്ങനെ 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് തീരുമാനമായിരിക്കുന്നു.